ദൈവത്തെ സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് പാവം നമ്മെ രോഗിയാക്കുമോ എന്ന സന്ദേശമാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നുള്ള വാക്യമാണ് ഇത്. ഇതിൽ യേശു രോഗിയുടെ പാവങ്ങൾ ക്ഷമിച്ചുകൊണ്ടാണ് രോഗസൗഖ്യം നൽകുന്നത്. ഈ രോഗിയുടെ മേൽ തളർവാദം എന്ന രോഗം പിടിപെടാൻ കാരണം ആ രോഗിയുടെ പാവനിമിത്തമാണ്. അതുകൊണ്ടാണ് യേശു അവന്റെ പാവങ്ങൾ ക്ഷമിച്ചുകൊണ്ട് രോഗത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നത്. നമ്മുടെ രോഗത്തിനെല്ലാം കാരണം നമ്മുടെ ഓരോരുത്തരുടെ പാവനിമിത്തമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകള്, പ്രവൃത്തികള് ഇതെല്ലാം പാവത്തിലേക്ക് നയിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും ഭൂമിയിലാണ് വസിക്കുന്നത്. ഇവിടെ നന്മയുടെ ശക്തിയുണ്ട്, തിന്മയുടെ ശക്തിയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. അതിനാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ മലിനപ്പെടുത്താതെ, പാവങ്ങൾ കൊണ്ട് മലിനപ്പെടുത്താതെ ഇരിക്കുക. വചനത്തിലെ പല ഭാഗത്തും യേശു ഈ രോഗികൾക്ക് രോഗസൗഖ്യം കൊടുക്കുന്നത് അവര് ചെയ്ത ആ ഒരു പാവങ്ങൾ ക്ഷമിച്ചുകൊണ്ടാണ്. ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പല രോഗികളും രോഗാവസ്ഥയെ കടക്കാനുള്ള കാരണം അവരുടെ ഓരോരുത്തരുടെ പാവനിമിത്തമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭൂമിയിലായിരിക്കുന്ന നമ്മള് ആ ഒരു പാവങ്ങളൊന്നും ചെയ്യാതെ, തിന്മേന്റെ ശക്തിക്ക് ഇരയാവാതെ നന്മയുടെ ശക്തിയെ നമ്മൾ ആശ്രയിക്കുക. ഇപ്പൊ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു രോഗം വരാനുള്ള കാരണം നമ്മൾ ചെയ്ത അല്ലെ നമ്മൾ കാണിച്ചു കൂട്ടിയ പാവത്തിന്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് രോഗം വരാനുള്ള കാരണം. അപ്പൊ ഈ രോഗത്തിൽ നിന്നും പല വ്യാധികളിൽ നിന്നും പിശാചിന്റേതായ പല പ്രവൃത്തിയിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. അത് ഒന്നാമത്തെ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. ആ ഒരു ദൈവം നമുക്കായിട്ട് വാഗ്ദാനം ചെയ്ത ആ ഒരു വചനത്തെയും നമുക്കായിട്ട് ഭൂമിയിലേക്ക് നമ്മുടെ പാവത്തിന്റെ പരിഹാരമായിട്ട് അയച്ച യേശുവിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക.